ഞാൻ നിങ്ങളുടെ സ്വന്തം ജീന. വെൽക്കം ടു മഞ്ഞുപുള്ളി ഫാമിലി വ്ളോഗ്സ്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാനിപ്പോൾ സൺഡേ ആണ്, ഈവനിങ്ങിൽ ജസ്റ്റ് ഒന്ന് പുറത്ത് വന്നതാണ്, കുഞ്ഞിനെ കൊണ്ടൊന്ന് പുറത്ത് പോരാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് വോക്കബിൾ ഡിസ്റ്റൻസ് പറയാൻ പറ്റില്ല, നമുക്ക് ബസ്സിന് വരാവുന്ന ദൂരമുണ്ട്. അപ്പോൾ ദൂരത്ത് ഇവിടെ ഫോറം മാളുണ്ട്, അപ്പം മാളിൽ വരെ ഒന്ന് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ ഒരാളെ മീറ്റ് ചെയ്തു കേട്ടോ. ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ലൈഫിൽ സെക്കൻഡ് ടൈമാണ് ആളെ ഇപ്പോൾ കാണുന്നത്. ഫസ്റ്റ് ടൈം ഞാൻ മീറ്റ് ചെയ്യുന്നത് ഇതുപോലെ വൈറ്റില ഹബ്ബിൽ വെച്ചിട്ടായിരുന്നു. ഹബ്ബിൽ വെച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളിതുപോലെ ഓഫീസ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വൈറ്റില ഹബ്ബിൽ വെച്ച് ആളെ മീറ്റ് ചെയ്തു. അപ്പം ആളെൻ്റെ അടുത്ത് വന്ന് പെട്ടെന്ന് ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ഇരുന്നോളം പറഞ്ഞു. ഓക്കെ, ആൾ ഒബ്വിയസ്ലി വന്നിരുന്നു, ബസ് സ്റ്റോപ്പാണല്ലോ. അപ്പോൾ ആ സമയത്ത് ആളോട് ചോദിച്ചു ഞാനൊന്ന് വരച്ചോട്ടെ എന്ന് ചോദിച്ചു. എന്നെ സംബന്ധിച്ച് അത് വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഒരു പരിചയമില്ലാത്ത ഒരാൾ നമ്മുടെ അടുത്ത് വന്നിരുന്നത് നമ്മുടെ പടം വരച്ചോട്ടെ എന്നൊക്കെ ചോദിക്കുന്നത്. നമ്മളിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ലൈഫിൽ അത് ആദ്യമായിട്ടാണ്. എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നി. വളരെ എന്താ പറയുക, നമുക്ക് വളരെ എന്താ പറയുക, നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ്സ് കൊണ്ട് തന്നെ ആളെന്നെ പടം വരച്ചു തന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ ഓഫീസിലൊക്കെ എല്ലാവരെയും കൊണ്ടേ കാണിച്ചു. അപ്പം ആൾ പെട്ടെന്ന് വരച്ച് തന്നതായിരുന്നു. നമുക്ക് ഒത്തിരി അത് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനിന്ന് ഇങ്ങനെ മാളിൽ വന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആളെ അവിടെ വെച്ച് മീറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. ലൈഫിൽ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ആളെ കാണണം, ആളെ പറ്റി 4 പേരോട് പറയണം എന്നൊക്കെ ഞാൻ എപ്പോഴും വിചാരിക്കുന്നുണ്ടായിരുന്നു. കാരണം ആളുടെ സ്കിൽ എല്ലാവരും അറിയണ്ടേ. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളിവിടെ വന്ന സമയത്ത് ആളെ മീറ്റ് ചെയ്തു. ഇതേ നോക്കി നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും, ഇരിക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് കാര്യമില്ലല്ലോ, ഞാൻ അടുത്ത് വന്ന ആളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ആളുടെ സ്കില്ല് ശരിക്കും മനസ്സിലാവുള്ളൂ. അപ്പം ആൾ എവിടെയുള്ള ആളാണ്, എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യാം കേട്ടോ. ബൈയോ.